പക്ഷെ ഒത്തിരി ചാലഞ്ചസ് നമുക്ക് ഇതിലുണ്ടായിരുന്നു. ഏറ്റവും വലിയ ചാലഞ്ച് ഞാൻ കണ്ടത് മലയാളത്തിൽ ചിന്തിച്ച് മലയാള പദങ്ങളിലൂടെ അഭിരമിക്കുന്ന മലയാള കവികൾക്ക് അത് ഇംഗ്ലീഷിലാക്കുമ്പോൾ ഒത്തിരി ലിമിറ്റേഷൻസ് നമുക്കുണ്ടായിരുന്നു. പലതിനും നമുക്ക് സാംസ്കാരികമായ ദ്രാവിഡപരമായ അതല്ലെങ്കിൽ ചില ഗ്രാമ്യപദമായ പദങ്ങളെല്ലാം ട്രാൻസ്ലേറ്റ് ചെയ്യാന്ന് പറഞ്ഞത് വല്ലാത്തൊരു ചാലഞ്ച് തന്നെയായിരുന്നു. ആ ചാലഞ്ചസ് എല്ലാം വേണ്ട വിധം കൈകാര്യം ചെയ്യാനായിട്ട് ഞങ്ങളുടെ ടീമിന് സാധിച്ചു. ഇതിൽ ആദ്യമായിട്ട് ഒരു തുടക്കം നമ്മുടെ വർഗീസ് മാഷും ജയറാം, ദർശന, ഗംഗാദേവി ഇവരെല്ലാമാണ് മലയാളം കവിതകളെ സെലക്ട് ചെയ്ത് നമുക്ക് തന്നത്. ആ ഓപ്ഷൻസിലൂടെ പോവുകയും ട്രാൻസ്ലേറ്റേഴ്സ് ടീമിന് ഇതെല്ലാം പ്രസൻറ്റ് ചെയ്യുകയും ഒരു കൺസിസ്റ്റൻസി ഉണ്ടാകുന്ന വിധം ഇന്നിന്ന കാര്യങ്ങളെല്ലാം ഒന്ന് നോക്കണം, എന്നാലും സ്വതന്ത്രമായ ചില ആശയാവിഷ്കാരം ചെയ്യാൻ ശ്രമിക്കാം എന്നുള്ളതിൻ്റെ ഫലമായിട്ടാണ് നമ്മുടെ ഈ വേർഡ്സ് ദാറ്റ് ഡാൻസ് മുൻപിലുള്ളത്. സച്ചിദാനന്ദ മാഷും പ്രിയപ്പെട്ട KV മാഷും അടക്കം ഒരുപാട് പേര് നമുക്ക് ഇതിനുവേണ്ടി സഹകരിച്ചു. അത് വലിയ സ്ട്രെഞ്ചസ് ആയിട്ടുള്ള ഒരു വർക്ക് തന്നെയായിരുന്നു. പക്ഷേ പുസ്തകം ചെയ്തു കഴിഞ്ഞപ്പോൾ വേർഡ്സ് ദാറ്റ് ഡാൻസ് ആക്ച്വലി ഇത് ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നത് നമ്മുടെ കവിതകളെ ഇംഗ്ലീഷ് ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയതിൻ്റെ ശ്രമം, അതിലൂടെ മലയാളി കവികളെ ശിഖയിലെ അംഗങ്ങളെ പരിചയപ്പെടുത്തി എന്നുള്ള അതൊരു അഭിമാനപൂർവ്വം തന്നെയാണ് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത്. ഇതിലധികം ഒന്നും പറയേണ്ടതില്ല, കാരണം ഒത്തിരി വർക്ക് ഇതിനു വേണ്ടി ഞങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ട്രാൻസ്ലേറ്റേഴ്സ് റിയലി ഓഫ് ദം. സാറയടക്കം എപ്പോൾ പാതിരാത്രിക്ക് വിളിച്ചാലും ചിലപ്പോൾ എനിക്ക് കവിത അത്യാവശ്യമായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരണം, ഒന്ന് ശ്രമിക്കൂ എന്ന് പറയുമ്പോൾ ഷീ ഡിഡ് വെൽ ആക്ച്വലി. സാറ എവിടെയുണ്ട്. അതുപോലെ ഒരുപാട് പേര് ഈ സംരംഭത്തിൻ്റെ പുറകെ ഉണ്ടായിരുന്നു. ഡോക്ടർ മോലി ജോസഫ് അടക്കം കുറേ പേര് വരണമെന്ന് ആഗ്രഹിച്ചു. പക്ഷേ ഇതിന് സാക്ഷ്യം വഹിക്കാൻ അൺഫോർച്ചുനേറ്റ്ലി സാറ മാത്രമേ വന്നുള്ളൂ. പക്ഷേ വി ആർ ഗ്രേറ്റ്ഫുൾ. ഇതിലധികം പറയണമെന്നില്ല. പുസ്തകം ലോഞ്ച് ചെയ്യാനായിട്ട്, പ്രകാശനം ചെയ്യാനായിട്ടുള്ള അടുത്ത പരിപാടിയിലേക്ക് നമുക്ക് കടക്കാം. അധ്യക്ഷൻ എന്നുള്ള നിലയിൽ നന്ദി പറയേണ്ട ആവശ്യമില്ല, പക്ഷേ എല്ലാവരോടും നന്ദി പറയുകയും ഇതൊരു അസുലഭ മുഹൂർത്തമായിട്ട്, അഭിമാന മുഹൂർത്തമായിട്ട് ഞാൻ കാണുന്നു. അതോടൊപ്പം തന്നെ ഡോക്ടർ റാവണിയും അങ്ങനെ തന്നെയാണ് കാണുന്നത്. ഇത് ഞങ്ങളുടെ അടുത്ത ചുവടുവയ്പ്പാണ്. അഭിമാനത്തോടെ നന്ദി. ഇനി നമ്മൾ കാത്തിരുന്ന പുസ്തക പ്രകാശന ചടങ്ങാണ്. അതിനുവേണ്ടി പുകാസയുടെ സംസ്ഥാന സെക്രട്ടറിയും കേരള സാഹിത്യ അക്കാദമിയുടെ വൈസ് പ്രസിഡൻറ്റും നിരവധി ചെറുകഥകളുടെയും വിശിഷ്യ കാട്ടൂർ കടവിൻ്റെയും രചയിതാവായ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ശ്രീ അശോകൻ ശരുവിലിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഒപ്പം പുസ്തകം ഏറ്റുവാങ്ങുന്നതിന് കാവ്യശിഖാംഗമായ സാറാമാമൻ കളിക്കലിനെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. വേർഡ്സ് ദാറ്റ് ഡാൻസ് പ്രകാശനം ചെയ്യപ്പെടുകയാണ്. ഒരുപാട് നാളത്തെ കാവ്യശിഖാംഗങ്ങളുടെ കാത്തിരിപ്പാണ് ഈ പുസ്തകം. വേർഡ്സ് ദാറ്റ് ഡാൻസ്, നൃത്തം ചെയ്യുന്ന വാക്കുകൾ. ഈ അഭിമാന നിമിഷം നമുക്ക് ഏവർക്കും സന്തോഷം നൽകുന്നതാണ്. കഥാകാരനും നോവലിസ്റ്റുമായ ശ്രീ അശോകൻ ചിരവിൽ സർ, സാറാമാമൻ, കാവ്യശിഖയിലെ മുതിർന്ന അംഗമായ സാറാമാമന് നൽകിയാണ് പ്രകാശന കർമ്മം നിർവഹിച്ചത്. വളരെ സന്തോഷം, സ്നേഹം. സംസാരിക്കുന്നതിനായി അശോകൻ ചിരവിൽ സാറിനെ ക്ഷണിക്കുന്നു. ഈ യോഗത്തിൻ്റെ അധ്യക്ഷത വഹിക്കുന്ന ഡോക്ടർ അജയ് നാരായണൻ, കെ സുധാകരൻ, പ്രിയപ്പെട്ട സാറ കളിക്കൽ, വേദിയിലിരിക്കുന്ന വിശേഷിച്ചും സദസ്സിൽ ആണെങ്കിൽ പോലും നമ്മുടെ പ്രിയപ്പെട്ട മധുസൂദൻ നായർ സാർ ഉൾപ്പെടെയുള്ള മലയാളത്തിലെ പല തലമുറയിൽപ്പെട്ട കവികൾ, എഴുത്തുകാർ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. കാവ്യശിഖ എന്ന പ്രസ്ഥാനത്തിൻ്റെ തുടക്കം മുതൽ, രൂപീകരിക്കുന്ന ഘട്ടം മുതൽ അതിൻ്റെ ഓരോ വളർച്ചയുടെ തലങ്ങളിലും കഴിയാവുന്ന വിധത്തിൽ സഹകരിക്കാനും അതിനൊപ്പം നിൽക്കാനും ഒക്കെ ശ്രമിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ.
മലയാളത്തിൽ വളരെ സജീവമായി കൊണ്ടിരിക്കുന്ന, ഒരു പരിധിവരെ ജനകീയമായി കൊണ്ടിരിക്കുന്ന കവിതാ വസന്തം എന്നൊക്കെ പറയാവുന്ന പോലെയുള്ള അത്തരമൊരു സർഗാത്മക സാംസ്കാരിക മുന്നേറ്റത്തിൻ്റെ ശരിയായ രീതിയിൽ പിടിച്ചെടുക്കാനും അടയാളപ്പെടുത്താനും വേണ്ട രീതിയിൽ അതിന് ഒരു ദിശാബോധവും അതിൻ്റേതായിട്ടുള്ള പല സംഭാവനകളും ഒക്കെ തന്നെ നൽകാൻ കഴിഞ്ഞിട്ടുള്ള, ഇതിനകം തന്നെ നൽകാൻ കഴിഞ്ഞിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് കാവ്യശിഖ. ഇപ്പോൾ തൃശ്ശൂരിൽ ആണ് അത് പ്രധാനമായും പ്രവർത്തിക്കുന്നത്. അപ്പോൾ തൃശ്ശൂരിൽ ഇങ്ങനെ പ്രവർത്തിക്കുമ്പോൾ, പ്രത്യേകിച്ചും അതിൻ്റെ ക്യാമ്പുകൾ പല ഘട്ടങ്ങളിൽ ഇവിടെ ഇങ്ങനെ നടക്കുമ്പോൾ, കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പുതിയ തലമുറയിലെന്ന് പറയാൻ കഴിയില്ല, ഒരുപക്ഷെ പുതുതായിട്ട് എഴുതി തുടങ്ങുന്നവർ എന്ന് പറയാം. കാരണം ഞാൻ മനസ്സിലാക്കുന്നത് പല തലമുറയിൽപ്പെട്ടവർ, പല പ്രായത്തിൽപ്പെട്ടവർ കാവ്യരംഗത്തേക്ക്, കവിതയുടെ എഴുത്തിൻ്റെ രംഗത്തേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരെയൊക്കെ തന്നെ കൂട്ടിച്ചേർക്കാനും ആശയപരമായും രചനാപരമായുമുള്ള പ്രശ്നങ്ങളെ സംബന്ധിച്ചുള്ള ആശങ്കകളും സംശയങ്ങളും ഒക്കെ തന്നെ പരസ്പരം ഉന്നയിച്ചു പരിഹരിക്കുന്നതിനും വേണ്ടിയുള്ള ഒരു വലിയ വേദിയായി ഇത് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാ കാലഘട്ടത്തിലും ഇത്തരത്തിലുള്ള കവിതാ സഖ്യങ്ങൾ കേരളത്തിൽ പല ഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ കൊടുങ്ങല്ലൂർ കളരി അത്തരത്തിലുള്ള ഒരു വലിയ പ്രസ്ഥാനമായിരുന്നു. അതിനെ തുടർന്ന് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ നമ്പുരാൻ്റെ തന്നെ നേതൃത്വത്തിൽ നിരവധി സഭകൾ, നമ്മുടെ മലയാള മനോരമയും ഭാഷാഭൂഷണി സഭ പോലുള്ള പ്രസ്ഥാനങ്ങൾ, തിരുവിതാംകൂറിലും സാഹിത്യ പരിഷത്ത് പോലെയുള്ള പ്രസ്ഥാനങ്ങൾ, സാഹിത്യ സമിതി, പിന്നീട് ഒക്കെ മലബാറിലും ഒക്കെ തന്നെ വലിയ പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ചും കവിതയുടെ മേഖലയിൽ ഊന്നി നടത്തിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ സദ്ഫലങ്ങളാണ് നമുക്കിന്ന് വലിയ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ അവലംബമായി നമ്മളിപ്പോഴും നമ്മൾ കരുതി കൊണ്ടു നടക്കുന്ന ഉന്നതമായ കവിതകൾ. വാസ്തവത്തിൽ നമ്മുടെയൊക്കെ ജീവിതത്തെ അത് നിരന്തരം സഫലമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴാകട്ടെ പുതിയ ആധുനിക സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അത് വായിക്കാൻ മാത്രമല്ല, അത് കേൾക്കാനും അതിൻ്റെ പലതരത്തിലുള്ള ദൃശ്യശ്രാവ്യ സംവിധാനങ്ങളൊക്കെ തന്നെ കാണാനും കേൾക്കാനും ഒക്കെയുള്ള അവസരം നമുക്കുണ്ട്. ജീവിതത്തിൻ്റെ പല പ്രതിസന്ധികളിലും പെട്ടുഴലുമ്പോൾ നമ്മൾക്ക് ഒരു അവലംബമായി തീരുന്നത് പ്രധാനമായും സാഹിത്യമാണ്. അത് പ്രത്യേകിച്ചും പിന്നിട്ട് പോന്നിട്ടുള്ള, നമുക്ക് ബാക്കിയായിട്ടുള്ള, നമ്മൾ കരുതലോടെ കാത്തു സൂക്ഷിച്ചിട്ടുള്ള നമ്മുടെ സാംസ്കാരിക സമ്പത്തായിട്ടുള്ള രചനകൾ. അതിൽ തന്നെ കവിതയ്ക്ക് വളരെ പ്രാധാന്യവും പ്രസക്തിയുമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അത്തരത്തിലുള്ള കവിതകളൊക്കെ രചിച്ചത് പ്രധാനമായും മഹാകവികളാണ്, മഹാപ്രതിഭാശാലികളാണ്. എന്നിരുന്നാൽ തന്നെയും അവരെയൊക്കെ അത്തരത്തിലുള്ള ഒരു ജീവിതവൃത്തിയിലേക്ക്, അത്തരത്തിൽ ഔന്നത്യത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നതിന് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ തരത്തിലുള്ള കൂട്ടായ്മകൾ വലിയ പങ്കുവച്ചിട്ടുണ്ട്. ഓരോ കവികളും അവരുടെ വീട്ടിൽ മാത്രം ആണ് ഇരുന്ന് അവരുടെ രീതിയിൽ വായിച്ച് എഴുതുകയാണ് സാധാരണ പതിവ്. എങ്കിൽ പോലും ഒരു ലോകത്തെക്കുറിച്ച് അവർക്ക് ഒരു ധാരണ ഉണ്ടാക്കി കൊടുക്കുന്നതിനും അല്ലെങ്കിൽ വ്യത്യസ്ത ലോകങ്ങളെ മനസ്സിലാക്കുന്നതിനുമൊക്കെയുള്ള പ്രവർത്തനങ്ങൾ വളരെ പ്രധാനമാണ്. സാഹിത്യത്തിൽ അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയായിട്ട് കണക്കാക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള മലയാള കവിതകളെ ഇങ്ങനെ സമ്പന്നമായിക്കൊണ്ടിരിക്കുന്ന, സജീവമായിക്കൊണ്ടിരിക്കുന്ന മലയാളത്തിലെ കവിതാശാഖയെ ലോകത്തിന് പരിചയപ്പെടുത്തുവാനുള്ള ഒരു ശ്രമത്തിൻ്റെ, ശരിക്കും പറഞ്ഞാൽ കാവ്യശിഖയുടെ വളർച്ചയുടെ ഒരു പ്രധാനപ്പെട്ട ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇംഗ്ലീഷിലേക്ക് അത്തരം കവിതകൾ വിവർത്തനം ചെയ്ത് മലയാള ഭാഷ അറിയാത്ത പ്രദേശങ്ങളിലേക്കും, ഒരുപക്ഷെ ഇപ്പോൾ കേരളത്തിൽ തന്നെ അത്തരത്തിലുള്ള ആളുകൾ ധാരാളമുണ്ട്. മലയാള ഭാഷ വായിക്കാൻ നിവൃത്തിയില്ലാത്ത കുട്ടികളൊക്കെ തന്നെ പല വീടുകളിലും ഉണ്ട്. അത് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം പണ്ട് കാലത്തൊക്കെ മലയാളം പഠിപ്പിക്കുന്നത്
പഠിക്കുന്നത് ഒരു മോശമാണെന്ന് കണ്ടിട്ട് പഠിക്കാതിരുന്നിട്ടുണ്ട്. അങ്ങനെയുള്ള സംവിധാനം ഇപ്പോൾ കുറവാണ്. പക്ഷേ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ജനിച്ചു വളർന്നവരാണ് മലയാളി കുട്ടികൾ. അവർ പലപ്പോഴും നാട്ടിലേക്ക് വരുന്നു, ഇവിടെ താമസമാക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ പ്രാഥമിക വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അവർക്ക് മലയാളം വായിക്കാൻ അറിയില്ല, പറയാനറിയാം, കേട്ടാൽ മനസ്സിലാവും. അത്തരം കുട്ടികൾക്ക് വേണ്ടി മധുസൂദനൻ നായർ സാറൊക്കെ അവിടെ പള്ളിക്കൂടം എന്ന പേരിൽ തിരുവനന്തപുരത്ത് വലിയ ഒരു പ്രവർത്തനമൊക്കെ നടക്കുന്നുണ്ട്, ഒരു കളരിയൊക്കെ നടത്തുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അവരും കേരളീയരാണ്, മലയാളത്തിൻ്റെ മക്കളാണ്, മലയാള കവിതാ സമ്പത്തിൻ്റെ അവകാശികളാണ്. അപ്പോൾ അവർക്ക് കൂടി മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിൽ ഈ കവിതകൾ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യാനുള്ള ശ്രമം അത് വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമായി വലിയൊരു സാംസ്കാരിക ദൗത്യമായും ഏറ്റെടുത്ത് കാവ്യശിഖ വന്നിരിക്കുകയാണ്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് ഈ പുസ്തകം പ്രകാശനം ചെയ്യാൻ കഴിഞ്ഞത് ഒരു വലിയ സൗഭാഗ്യമായി കണക്കാക്കുന്നു. ഇത് എല്ലാവരുടെയും അനുവാദത്തോടുകൂടി പ്രകാശനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം, നന്ദി. പുസ്തകം ഏറ്റുവാങ്ങിയ കാവ്യശിഖയുടെ ഏറ്റവും മുതിർന്ന അംഗമായ സാറാമാമൻ കളരിക്കലിനെ 2 വാക്ക് സംസാരിക്കുന്നതിനായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മലയാളത്തിലെ 2 പ്രതിഭകളുടെ കേൾക്കാനായിട്ട് മാത്രമാണ് ഞാനിവിടെ വന്നത്. അതിൽ ഒരു വാക്കും പറയണ്ടെന്ന് വാക്ക് തന്നത് അജയ മാസ്റ്ററാണ്. പക്ഷെ ഇപ്പം പേര് വിളിച്ചുകൊണ്ട് പറയാതെ നിവൃത്തിയില്ല. ഇപ്പം അശോകൻ മാഷ് പറഞ്ഞ പോലെ എൻ്റെ 3 മക്കൾക്കും മലയാളം വായിക്കാനും എഴുതാനും അറിഞ്ഞുകൂടാ. പക്ഷെ പറഞ്ഞാൽ മനസ്സിലാവും. അവർക്ക് വേണ്ടിയാണ് ഞാൻ ട്രാൻസ്ലേഷൻ തുടങ്ങിയത്. മലയാളത്തിലെ കഥകളും കവിതകളും കേൾക്കാൻ അവർക്ക് വളരെ ഉത്സാഹമായിരുന്നു. അതുകൊണ്ട് ചെറിയ തോതിൽ ട്രാൻസ്ലേഷൻ ചെയ്ത് ഞാൻ വെളിയിലൊക്കെ ആയിരുന്നുകൊണ്ട് അവർക്ക് മലയാളം പഠിക്കാനുള്ള അവസരം കിട്ടിയില്ല. പക്ഷേ ട്രാൻസ്ലേഷനിൽ കൂടെ എൻ്റെ കുടുംബത്തിലെ പല അംഗങ്ങളും ഞങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിൽ എൻ്റെ ട്രാൻസ്ലേഷൻസ് ഇട്ട് വായിച്ച് രസിച്ചിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് രാവണി മാസ്റ്റർ എന്നെ ഈ ശിഖയിലേക്ക് കൊണ്ടുവന്നത്. അതുകൊണ്ട് എൻ്റെ മലയാളവും വളരെ പുരോഗമിച്ചിട്ടുണ്ട്. എഴുതാനും ഇപ്പം കുറേശ്ശെ തുടങ്ങി. എല്ലാവരുടെയും പ്രോത്സാഹനവും ഉണ്ട്. അതിന് വളരെ നന്ദി. എനിക്ക് ഈ അവസരം തന്നതിനായിട്ട് ശിഖയോട് ഒരുപാട് നന്ദിയുണ്ട്. നമസ്കാരം. ഈ പുസ്തക പ്രകാശനത്തിൽ പങ്കെടുത്ത ഓരോരുത്തർക്കും പ്രത്യേകിച്ച് അധ്യക്ഷത വഹിച്ച ഡോക്ടർ അജയ് നാരായണൻ, പ്രകാശന കർമ്മം നിർവഹിച്ച അശോകൻ ചെരുവിൽ സാർ, സ്വീകരിച്ച ഡോക്ടർ സാറാമാമൻ കളരിക്കൽ, സ്വാഗതം പറഞ്ഞ കെ സുധാകരൻ, എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു.